ഹലോ ഫ്രണ്ട്സ്, കേരള PSC സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ടൈം റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസിനെ കുറിച്ചുള്ള ക്ലാസ് ആണ്. അപ്പോൾ ടൈം എന്ന് പറയുമ്പോഴേക്കും ഒരു പർട്ടിക്കുലർ സമയമാവാം, മന്ത് ആവാം, ഡേ ആവാം, ഇയർ ആവാം. ഇതിനൊക്കെ മുൻപിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്, ഓരോന്ന് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 4 പ്രിപ്പോസിഷൻസ് ആണ് പ്രധാനമായിട്ടും ടൈം റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? അറ്റ്, ഓൺ, ഇൻ, ബൈ. ഇങ്ങനെ 4 പ്രിപ്പോസിഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഓരോന്നും ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില എക്സെപ്ഷൻസ് ഉള്ള കേസസ് ഉണ്ട്. അത് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റ് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അറ്റ് ഉപയോഗിക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് എക്സാക്റ്റ് ടൈമിന് മുൻപിലും രണ്ടാമത് ഫെസ്റ്റിവൽസിന് മുൻപിലുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അറ്റ് ഉപയോഗിക്കുന്നത് എവിടേക്കാണ്? എക്സാക്റ്റ് ടൈം അറിയാം. ഫോർ എക്സാമ്പിൾ, ഐ ഗോ ടു സ്കൂൾ അറ്റ് 9 AM. അപ്പം അവിടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, 9 AM. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താ ഉപയോഗിക്കുന്നത്? അറ്റ് ഉപയോഗിക്കും. അടുത്ത നോക്കൂ, ഹിസ് എക്സാം വിൽ സ്റ്റാർട്ട് അറ്റ് 10 AM. അവിടെയും പർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാക്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് മുൻപ് നമ്മൾ എന്തുപയോഗിക്കണം? അറ്റ് ഉപയോഗിക്കണം. അപ്പോൾ എക്സാക്റ്റ് ടൈമിന് മുൻപായിട്ട് അറ്റ് ഉപയോഗിക്കുന്നു. അടുത്ത സിറ്റുവേഷനാണ് ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽസ് അറിയാം, ദീപാവലി, ക്രിസ്തുമസ്, ഓണം. അങ്ങനെ ഫെസ്റ്റിവൽസിന് മുൻപിലും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അറ്റാണ്. എക്സാമ്പിൾ, വി ഹാവ് എ ഹോളിഡേ അറ്റ് ദീപാവലി. ഹി വാസ് ബോൺ അറ്റ് ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ ഫെസ്റ്റിവൽസിന് മുൻപിൽ ഉപയോഗിക്കുന്നതും എക്സാക്റ്റ് ടൈമിന് മുൻപിൽ ഉപയോഗിക്കുന്നതുമായ പ്രിപ്പോസിഷനാണ് അറ്റ്. അടുത്തത് നമുക്ക് ഓൺ നോക്കാം. ഓൺ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ബിഫോർ ഡേ. ഒന്നെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡേ ചേർന്ന് വരുന്ന സംഭവങ്ങൾ. ഇപ്പം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ ഡേ ചേർന്ന് വരുന്ന തിങ്സ്, അല്ലെങ്കിൽ എക്സാക്റ്റ് ഡേറ്റ് പറയുന്നത്. എക്സാമ്പിൾ, ഹിസ് എക്സാം ഈസ് ഓൺ ഫ്രൈഡേ. അപ്പോൾ അവിടെ ഡേ എന്ന പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്താണ്? ഓൺ ആണ് വരുന്നത്. ഹിസ് മാരേജ് ഈസ് ഓൺ 21 മാർച്ച്. ഓക്കെ, അപ്പം നോക്കൂ, അവിടെ ഒരു പർട്ടിക്കുലർ ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്, 21 മാർച്ച് എന്നൊരു ഡേ. അതിന് മുൻപിലും ഓൺ ഉപയോഗിക്കുന്നു. അപ്പം ഓൺ ഉപയോഗിക്കുന്നത് ബിഫോർ ഡേ വരുന്നത്, ഡേ ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് മുൻപിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഓൺ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഇൻ. എന്താണ്? ഇൻ ഉപയോഗിക്കുന്നത് മന്ത് ആൻഡ് ഇയർ. ഇയറിന് മുൻപ്, അതായത് ഒരു വർഷം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മന്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുൻപിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷനാണ് ഇൻ. എക്സാമ്പിൾ, ഷീ കെയിം ടു ലീവ് ഹിയർ ഇൻ 2000. അപ്പോൾ അവിടെ ഒരു ഇയർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, 2000. അപ്പോൾ അതിന് മുൻപ് ഇൻ ഉപയോഗിക്കുന്നു. അടുത്താണ് ഹർ എക്സാം ഈസ് ഇൻ ഏപ്രിൽ. ഏപ്രിൽ എന്ന മന്ത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിന് മുൻപും ഇൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇൻ ഉപയോഗിക്കുന്നത് മന്തിനും ഇയറിനും മുൻപിലാണ്. നെക്സ്റ്റ് ആണ് ബൈ. ബൈ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? മെൻഷൻ എ മാക്സിമം ടൈം. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്താൽ മതി എന്ന് ഡിനോട്ട് ചെയ്യാനാണ് ബൈ ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളാണ്, നോക്കൂ, യു ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ബൈ 22 മാർച്ച്. അതായത് 22 മാർച്ചിന് മുൻപ് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്താൽ മതി എന്ന് കാണിക്കാനാണ് ബൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 4 പ്രിപ്പോസിഷൻസ് നോക്കി. ഏതൊക്കെയായിരുന്നു? അറ്റ്, ഇൻ, ഓൺ, ബൈ. അറ്റ് ഉപയോഗിക്കുന്നത് എക്സാക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന് മുൻപ്. ഓൺ ഉപയോഗിക്കുന്നത് പർട്ടിക്കുലർ ഡേക്ക് മുൻപ്. ഇൻ ഉപയോഗിക്കുന്നത് മന്ത് അല്ലെങ്കിൽ ഇയർ പറയുമ്പോഴേക്കും. ബൈ ഉപയോഗിക്കുന്നത് ഒരു മാക്സിമം ടൈം കാണിക്കാൻ. ഇനി നമുക്ക് ഇതിനുള്ള എക്സെപ്ഷൻസ് നോക്കാം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നെക്സ്റ്റ്, ലാസ്റ്റ്, ഈച്ച്, എവറി, ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഡേയോ മന്തോ ഇയറോ ചേർത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൂടാതെ എസ്റ്റർഡേ, ടുമാറോ, അതിന് മുൻപും നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കാറില്ല. നോക്കൂ, അപ്പോൾ ഏതൊക്കെയാണ്? നെക്സ്റ്റ്, ലാസ്റ്റ്, ഈച്ച്, എവരി. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഡേയോ മന്തോ ഇയറോ ചേർത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എസ്റ്റർഡേ, ടുമാറോ,
ഇങ്ങനെ എന്തെങ്കിലും ചേർന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്താണ് പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. എക്സാമ്പിൾ നോക്കിക്കേ. ഷീ കെയിം ഹിയർ ലാസ്റ്റ് ഏപ്രിൽ. നോക്കൂ, ലാസ്റ്റ് ഏപ്രിലിന് മുൻപ് ഇവിടെ പ്രിപ്പോസിഷൻസ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഷീ കെയിം ഹിയർ ലാസ്റ്റ് ഏപ്രിൽ എന്ന് തന്നെ എഴുതാം. അപ്പോൾ അവിടെ നോ പ്രപ്പോസിഷൻസ് ആണ്. അടുത്തത് ഹീ കംസ് എവറി സൺഡേ. കൊണ്ട് നോക്കൂ, സൺഡേ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേ കണ്ടിട്ട് നമ്മൾ ഇന്ന് എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് എവരി എന്ന് ചേർത്ത് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പ്രിപ്പോസിഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതാണ് എക്സെപ്ഷൻ, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ലാസ്റ്റ്, ഈച്ച്, എവരിയുടെ കൂടെ ഡേയോ മന്തോ ഇയറോ ചേർത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ യെസ്റ്റർഡേ അല്ലെങ്കിൽ ടുമാറോ എന്നൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിന് മുൻപ് പ്രിപ്പോസിഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലെ കൂടുതൽ PSC എക്സാമിന് പ്രയോജനകരമായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്